കോഴിക്കോട് താമരശ്ശേരിയിൽ ലഹരിക്കടിമയായ മകൻ അമ്മയെ വെട്ടിക്കൊന്നു. അടിവാരത്തെ കായ്ക്കൽ സുബൈദയാണ് കൊല്ലപ്പെട്ടത്. മകൻ ആഷിഖിനായി പോലീസ് അന്വേഷണം തുടങ്ങി. വിശദാംശങ്ങളുമായി ഇപ്പോൾ റിയാസ് KM ചേരുന്നുണ്ട്. റിയാസ്, അതിദാരുണമായിട്ടുള്ള ഒരു സംഭവം. ഇപ്പോൾ ലഹരിക്കടിമയായ മകൻ അമ്മയെ വെട്ടിക്കൊന്നു എന്നുള്ളൊരു വാർത്ത ആണ് പുറത്തു വരുന്നത്. എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? ഈ മകനെ കണ്ടുപിടിക്കാനുള്ള അന്വേഷണം എവിടെ വരെയായി? ഹരിത, വളരെയധികം ദൗർഭാഗ്യകരമായ, സങ്കടകരമായ, വിഷമിപ്പിക്കുന്ന ഒരു വിവരമാണ് ഇത്. ഒരു ബ്രെയിൻ ട്യൂമർ ബാധിച്ച് കിടക്കുന്ന അമ്മ, ഏകദേശം 53 വയസ്സുള്ള സുബൈദ എന്ന് പറയുന്ന ഉമ്മയെ ലഹരിക്കടിമയായ മകൻ വെട്ടിക്കൊല്ലുന്നു എന്നുള്ളത്. ഈ മകൻ ആഷിഖ് 25-കാരനാണ്. ആഷിഖ് ബാംഗ്ലൂരിൽ ഡി അഡിക്ഷൻ സെൻ്ററിലായിരുന്നു. അതിനുശേഷം മാതാവിനെ കാണാൻ വന്നതായിരുന്നു. ഈ ഉമ്മയുടെ സഹോദരിയുടെ വീട്ടിലായിരുന്നു ഉണ്ടായിരുന്നത്. ആ സമയത്ത് ആണ് ഉമ്മയെ കാണാൻ വന്ന ആഷിഖ് ഉമ്മയെ കത്തിയെടുത്ത് കുത്തിക്കൊല്ലുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. ഇന്ന് ഉച്ച കഴിഞ്ഞാണ് ഈ ഒരു സംഭവം, വൈകുന്നേരത്തോടു കൂടിയാണ് ഈ സംഭവം നടന്നത്. ഈ മൃതദേഹം ഇപ്പോൾ കോഴിക്കോട് മെഡിക്കൽ കോളേജ് മോർച്ചറിയിലാണ്. ഈ മകനെ കണ്ടെത്താനുള്ള ഒരു തീവ്ര ശ്രമത്തിലാണ് പോലീസ് ഉള്ളത്. പോലീസ് അന്വേഷണം തുടങ്ങിയിട്ടുണ്ട്. മകനെക്കുറിച്ച് ചില സൂചനകൾ ലഭിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് പോലീസിൽ നിന്നും ഏറ്റവും ഒടുവിൽ നമുക്ക് ഈ ഒരു വിവരം ലഭിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത്. ഏറ്റവും ഒടുവിലുള്ള വിവരമനുസരിച്ച് ഈ പ്രതിയായിട്ടുള്ള മകൻ ആഷിഖിനെ കുറിച്ച് സൂചനകൾ കിട്ടിയിട്ടുണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ മണിക്കൂറുകൾക്കകം തന്നെ ആഷിഖിനെ കണ്ടെത്താൻ കഴിയുമെന്നൊരു പ്രത്യാശ അന്വേഷണ സംഘം പ്രകടിപ്പിക്കുന്നു. പക്ഷേ ദൗർഭാഗ്യകരമെന്ന് പറയട്ടെ, നമ്മുടെ സമൂഹം ഈ ലഹരി എത്രമാത്രം അപകടകരമാണ് എന്ന്, മയക്കുമരുന്ന് പോലുള്ള മാരക ലഹരികളുടെ ഉപയോഗം എത്രമാത്രം അപകടകരമാണ് എന്ന് തെളിയിക്കുന്നതാണ്. ലഹരിക്കടിമയായിരുന്ന ഒരു മകൻ, ഡി അഡിക്ഷൻ സെൻ്ററിലായിരുന്ന മകൻ ഉമ്മയെ കാണാൻ വന്ന, രോഗിയായ ഉമ്മയെ, ബ്രെയിൻ ട്യൂമർ ബാധിച്ച ഉമ്മയെ കാണാൻ വന്ന് ആ സമയത്ത് ഉമ്മയെ വെട്ടിക്കൊല്ലുന്ന ഒരു സാഹചര്യം. ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കുമ്പോൾ അത് അങ്ങേയറ്റം വേദനാജനകം എന്ന് മാത്രമാണ് പറയാൻ കഴിയുന്നത്. ഹരിത, റിയാസ്, ഒരു കാര്യം ചോദിച്ചോട്ടെ. മകൻ റീ അഡിക്ഷൻ സെന്ററിലാണെന്ന് പറയുകയുണ്ടായി. ഈ രോഗം പൂർണ്ണമായും ഭേദമായതിനു ശേഷമാണോ മകൻ ഉമ്മയെ കാണാൻ എത്തിയത്, അതോ അവിടെ നിന്നും താൽക്കാലികമായിട്ട് ഒരു അവധിയെടുത്ത് അങ്ങനെ വിട്ട സാഹചര്യമാണോ ഉണ്ടായത്? പോലീസിൽ നിന്നും ലഭിക്കുന്ന പ്രാഥമിക സൂചന അനുസരിച്ച് മാതാവിനെ കാണുക, ബ്രെയിൻ ട്യൂമർ ബാധിച്ച് സഹോദരിയുടെ വീട്ടിൽ, ഈ സുബൈദ കഴിഞ്ഞിരുന്നത് സുബൈദയുടെ സഹോദരി ഷക്കീലയുടെ പുതുപ്പാടി ചോയിയോടുള്ള വീട്ടിലാണ്. ആ വീട്ടിലേക്കാണ് ഉമ്മയെ കാണാൻ മകൻ വന്നിരുന്നത്. അതിനിടെയാണ് ഉമ്മയെ വെട്ടിക്കൊല്ലുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുള്ളത് എന്നാണ് പോലീസ് വ്യക്തമാക്കുന്നത്. എന്തായാലും ഈ ആഷിഖ് എന്ന 25-കാരന് വേണ്ടി പോലീസ് തീവ്രമായ തെരച്ചിൽ തന്നെ നടത്തി വരികയാണ്. സൂചനകൾ കിട്ടിയിട്ടുണ്ട് എന്ന് പോലീസ് പറയുന്നു. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രിയോടുകൂടി ഒരുപക്ഷെ ആഷിഖിനെ കണ്ടെത്താൻ കഴിയുമെന്നൊരു പ്രതീക്ഷ പോലീസ് പ്രകടിപ്പിക്കുന്നുണ്ട്. എന്തായാലും ആ മാതാവിൻ്റെ മൃതദേഹം ഇപ്പോൾ ഉള്ളത് കോഴിക്കോട് മെഡിക്കൽ കോളേജ് മോർച്ചറിയിലാണ്. ഇനി പോസ്റ്റ്മോർട്ടം നടപടികളടക്കം പൂർത്തീകരിച്ചായിരിക്കും സംസ്കാരമടക്കമുള്ള കാര്യങ്ങളിലേക്ക് നീങ്ങുക.